ഒരു അടച്ചിട്ട മുറി, അകത്ത് ഒരു വയസ്സുള്ള തൻ്റെ കുഞ്ഞിനോടൊപ്പം ഉറങ്ങാൻ കിടക്കുന്ന യുവതി. എത്ര വിളിച്ചിട്ടും പക്ഷേ വാതിൽ തുറന്നില്ല. ഒടുവിൽ അയൽവാസികളും പോലീസും എത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് നോക്കുന്ന സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന രൂപത്തിൽ കണ്ടെത്തിയ ഒരു മൃതദേഹമാണ് കണ്ടത്. പക്ഷേ അവിടെ വിറങ്ങലിച്ച് കിടക്കുന്ന ഒരുപാട് നഗ്നസത്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ആ യുവതി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന് പിന്നിലെ കാരണം എന്തായിരിക്കാം? പക്ഷേ ആ യുവതിയെ വീക്ഷിക്കുന്ന സമയത്ത് വിഷം ഉള്ളിൽ ചെന്ന രീതിയിലോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത രീതിയിലോ ഉള്ള യാതൊരു തെളിവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ ഇതൊരു കൊലപാതകമാണെങ്കിൽ ഇത് ആര് ചെയ്തു? ആ വീട് അടച്ചിട്ട നിലയിലായിരുന്നത് കൊണ്ട് തന്നെ ആരിത് ചെയ്തു, അല്ലെങ്കിൽ അകത്തേക്ക് ആര് കയറി, ആരാണ് അവളെ കൊന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ നിഴലിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഉത്തരം തേടിയിറങ്ങിയ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരുപാട് നേർക്കാഴ്ചകളാണ്. രക്ഷകനാവേണ്ടവർ തന്നെ കൊലയാളികളായി മാറിയാൽ എങ്ങനെയായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? ഇത് വെറും ഒരു ക്രൈം സ്റ്റോറി മാത്രമല്ല, മനുഷ്യന്റെ കാമത്തിനും ക്രൂരതയ്ക്കും എത്രത്തോളം തരം താഴാൻ കഴിയും എന്നതിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. തീർച്ചയായും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. അബ്ബാസ് അലി 58 വയസ്സുള്ള ഒരു മുസ്ലിം മധ്യവയസ്കൻ. അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു, 28-കാരനായ മൻസൂർ. മൻസൂറിന് കല്യാണപ്രായമായ സമയത്ത് തൊട്ടടുത്ത ഗ്രാമത്തിൽ അവരൊരു പെണ്ണ് കാണാൻ പോവുകയാണ്. ആ പെൺകുട്ടിയുടെ പേര് മസ്കാര എന്നായിരുന്നു. കാഴ്ചയിൽ അതിസുന്ദരിയും സംസാരത്തിൽ വളരെ സൗന്ദര്യമുള്ള ആ ഒരു പെൺകുട്ടി ഒത്തിരി മോഡേണായി നടക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ സൽമാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛനായ അബ്ബാസ് അലിക്ക് ഒരേ നിർബന്ധം, ഈ പെൺകുട്ടിയെ തന്നെ ഇയാൾ കല്യാണം കഴിക്കണം. തൻ്റെ മകനായ സൽമാനെ ഇയാൾ സംസാരിച്ച് കൺവിൻസ് ചെയ്തു ഈ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിപ്പെടുകയാണ്. ഇതിനുവേണ്ടി അബ്ബാസ് അലി പറഞ്ഞ കാരണങ്ങൾ: അവൾ ഒരു നല്ല പെൺകുട്ടിയാണ്, തീർച്ചയായും അവൾ നിന്നെ നന്നായിട്ട്, അതേപോലെ നമ്മുടെ കുടുംബത്തിനെയും നന്നായി സംരക്ഷിക്കാൻ പ്രാപ്തിയായുള്ള ഒരു പെൺകുട്ടിയാണ്. തൻ്റെ മകനെ കൺവിൻസ് ചെയ്ത് അബ്ബാസ് അലി മുൻകൈ എടുത്തുകൊണ്ട് ആ കല്യാണം നടക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആൺകുട്ടി പിറക്കുകയാണ്. അങ്ങനെ കാലചക്രം കടന്നുപോയി. ഇന്ന് ആ ആൺകുട്ടിക്ക് ഏകദേശം 2 വയസ്സായി. ഈ സമയത്ത് അബ്ബാസ് അലിയുടെ കുടുംബത്തിന് വളരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സാണ് പ്രായം. അതുകൊണ്ട് തന്നെ പ്രായാധിക്യത്താൽ അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു, മോനെ, എനിക്കിനി പുറത്തു പോയി ജോലി ചെയ്ത് ഈ കുടുംബം പോറ്റാനുള്ള കഴിവുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ദൂരെ നാട്ടിൽ എവിടെയെങ്കിലും പോയി ഈ കുടുംബത്തിലേക്ക് ആവശ്യമായ ചെലവിനേക്ക് ആവശ്യമായ പണം കണ്ടെത്തണം എന്ന് മകനെ നിർബന്ധിച്ചു. അയാൾ തന്റെ മകനായ സൽമാനെ കൺവിൻസ് ചെയ്ത് ഒരു ദൂരസ്ഥലത്തേക്ക് ജോലിക്ക് വിടുകയാണ്. ഇപ്പോൾ ആ വീട്ടിൽ മസ്കാരയും 60 വയസ്സുകാരനായ മധ്യവയസ്കൻ അബ്ബാസ് അലിയും മാത്രമാണുള്ളത്. പിന്നെ ആ 2 വയസ്സുകാരനും. എന്നാൽ മകൻ ദൂരസ്ഥലത്തേക്ക് ജോലിക്ക് പോയി തുടങ്ങിയതോടുകൂടി അബ്ബാസ് അലിയുടെ യഥാർത്ഥ തനിനിറം പുറത്തു വരികയാണ്. അയാൾ സ്വന്തം മകളായിട്ട് കാണേണ്ട മരുമകളെ കാമക്കണ്ണുകളോടെ കാണാൻ തുടങ്ങി. അയാൾ രാത്രി പതിയെ ഇവരുടെ റൂമിലേക്ക് ചെല്ലാനും കുട്ടിയോടൊപ്പം ഉറങ്ങാൻ കിടക്കുന്ന മസ്കാരയോട് സംസാരിക്കാനും തുടങ്ങി. അവർ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ മറ്റൊന്നുമല്ല, മസ്കാരയുടെ പഴയകാല പ്രണയങ്ങളെക്കുറിച്ചും അതേപോലെ കോളേജ് പ്രണയങ്ങളെക്കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സംസാരിക്കുന്നതിനിടയിൽ മസ്കാരയുടെ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാനും ഈ പടുവൃദ്ധൻ ഒട്ടും മടിച്ചില്ല. ബുദ്ധിമതിയായ മസ്കാരയ്ക്ക് തൻ്റെ അമ്മായിയപ്പൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് റൂട്ടടക്കം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാളിൽ നിന്നും ഒരു അകലം പാലിക്കാൻ ഈ പെൺകുട്ടി തീരുമാനിക്കുകയാണ്. ഇയാൾ ഒരുപാട് തവണ ഈ പെൺകുട്ടിയെ ട്രൈ ചെയ്യുന്നെങ്കിലും വളരെ തന്ത്രപൂർവ്വം ഈ പെൺകുട്ടി ഈ വിവരങ്ങളെല്ലാം തൻ്റെ ഭർത്താവിനെ അറിയിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ അയാളെ കാര്യങ്ങളൊന്നും അറിയിച്ചില്ല. മാത്രമല്ല, ഇയാളുടെ ഈ വികൃതമായ പെരുമാറ്റത്തിൽ നിന്നും ഇയാളുടെ ഈ ട്രൈ ചെയ്യലുകളിൽ നിന്നും ഈ കുട്ടി വളരെ തന്ത്രപരമായി ഒഴിഞ്ഞ് പിന്മാറി. തൻ്റെ ഉദ്ദേശം ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ അബ്ബാസ് അലി തന്ത്രപൂർവ്വം സംസാരത്തിനിടയിൽ ഈ പെൺകുട്ടിയോട് സംസാരിച്ച് മനസ്സിലാക്കി വെച്ചിരുന്ന ഈ കുട്ടിയുടെ പഴയ കാമുകന്റെ വിവരങ്ങൾ പുറത്തെടുക്കാൻ ശ്രമിച്ചു. ജാവേദ് അലി എന്ന ഒരു പഴയ കാമുകൻ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വൃദ്ധൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്തെന്നറിയാമോ? ഇയാൾ ആ പഴയ ഈ പെൺകുട്ടിയുടെ ഗ്രാമത്തിലേക്ക് പോയി ജാവേദ് അലി എന്ന് പറയുന്ന ഈ പഴയ കാമുകനെ കണ്ടുപിടിച്ചു. ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൽക്കരിക്കാൻ തീരുമാനിച്ചു. ഇയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തിയതിനു ശേഷം ഇവർ രണ്ടുപേരും വീട്ടിലൊറ്റക്കാക്കി ഇയാൾ സാധനങ്ങൾ വാങ്ങി വരാം, പുറത്തേക്ക് പോയി സാധനങ്ങൾ വാങ്ങി വരാം എന്ന വ്യാജേന ഇവരെ വീട്ടിൽ തനിച്ചാക്കി ഇയാൾ ഡെയിലി പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഇത് പല തവണയായിട്ട് ആവർത്തിച്ചു.
എന്നാൽ ഇവിടെയാണ് അബ്ബാസ് അലിയുടെ ആ കൂർമ്മ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ജാവേദ് അലിയെ സത്യത്തിൽ ഇയാളുടെ കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഉദ്ദേശം ഏതെങ്കിലും രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു. ജാവേദ് അലിയും മസ്കാരയും തമ്മിൽ ആദ്യത്തെ പോലെ ബന്ധത്തിലാവുകയാണെങ്കിൽ ഈ പേര് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്യാം എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം. അത് ഇങ്ങനെ ദിവസവും ഇതേ പ്രവൃത്തി തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് സ്വാഭാവികമായി തൻ്റെ പഴയ കാമുകനെ കാണുകയും തൻ്റെ ഭർത്താവ് അടുത്തില്ലാത്ത സാഹചര്യത്തിൽ വന്നപ്പോൾ ഈ പെൺകുട്ടി മെൻ്റലി ഒരു സ്ട്രെസ്സിലേക്ക് ഏർപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ഇയാൾ ഭക്ഷണത്തിൽ പെൺകുട്ടിക്ക് മയക്കുമരുന്ന് കലർത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു സ്വാരസ്യത്തിൽ ഉൾപ്പെട്ട ഈ പെൺകുട്ടി തൻ്റെ പഴയ കാമുകനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഇത് കണ്ട് മനസ്സിലാക്കിയ അബ്ബാസ് നേരെ ജാവേദിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ജാവേദിനോട് പറയാണ്, നീ ഇപ്പോൾ അവളുമായിട്ട് ബന്ധത്തിലായില്ലേ, അതിന് കാരണക്കാരൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അവളോട് ഇതേപോലെ ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട്. നീ അവളോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്നാൽ ഇത് കേട്ട് ക്ഷുഭിതനായ ജാവേദ് സത്യത്തിൽ ഞെട്ടിപ്പോയി. എന്നിട്ട് അദ്ദേഹം അബ്ബാസിനോട് പറയാണ്, നാണമുണ്ടോടോ, താനൊക്കെ ഒരു അച്ഛനാണോ? തൻ്റെ മകളെ പോലെ കാണേണ്ട പെൺകുട്ടിയോടാണോ താൻ ഇത്തരത്തിൽ പെരുമാറുന്നത്? താനൊന്നും ഒരിക്കലും ഒരു അച്ഛനാവാൻ യോഗ്യതയില്ലാത്ത ആളാണ്. കാർക്കിച്ച് തുപ്പിക്കൊണ്ട് അയാൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. സത്യത്തിൽ ഈ സംഭവം അബ്ബാസ് അലിക്ക് വളരെയധികം നാണക്കേടും ദേഷ്യവും അയാൾ ഉളവാക്കി. ഫെബ്രുവരി 11 രാത്രി എല്ലാവരും ആ വീട്ടിൽ ഉറങ്ങാൻ കിടന്നു. അബ്ബാസ് അലിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്ന സമയത്ത് ഈ പെൺകുട്ടി രാത്രി എന്നും ആ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിട്ടാണ് ഉറങ്ങാറുണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയ അയാൾ ഈ അടച്ചിട്ട വാതിൽ പുറത്തു നിന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ടൂള് തയ്യാറാക്കുകയാണ്. ഇങ്ങനെ ഇയാൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. രാത്രി മസ്കാര ഉറങ്ങിയ സമയത്ത് ഒച്ചയുണ്ടാക്കാതെ, ഒരു നിഴലനക്കത്തിൻ്റെ ശബ്ദം പോലും ഉണ്ടാക്കാതെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ടൂൾ ഉപയോഗിച്ച് അയാൾ ആ വാതിൽ തുറക്കുകയാണ്. എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടാണ് മസ്കാര പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന മസ്കാര കാണുന്നത് ഇയാൾ തൊട്ടടുത്ത് തന്നെ വാരി പുണരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ട മസ്കാര ഞെട്ടി ഉണർന്നുകൊണ്ട് അലറി തെറിച്ചുകൊണ്ട് അയാളോട് പറയാണ്, താൻ എന്തൊരു മനുഷ്യനാടോ, ഇത്രയും കാലം താൻ പ്രായമുള്ളൊരു വൃദ്ധനാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നോട് മാന്യമായിട്ട് പെരുമാറിയത്. എനിക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ തനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ ഭാഷയിലും മര്യാദയുടെ ഭാഷയിൽ തന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തന്നോട് ഇത്തരത്തിലുള്ള യാതൊരു ബന്ധത്തിനും താല്പര്യമില്ല. മോറോവർ, ഞാൻ താങ്കളുടെ മകൻ്റെ ഭാര്യയാണ്. എന്നെ സ്വന്തം മകളെ പോലെ കാണേണ്ടതിന് പകരം നിങ്ങളെ വെപ്പാട്ടിയായി വെക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഞാൻ നാട്ടുകാരെയും നിന്റെ മകനെയും എന്ന് തുടങ്ങി പോലീസ് സ്റ്റേഷനിലടക്കം സകലമാന സ്ഥലങ്ങളിലും നിന്റെ മുഖം എന്താണെന്നുള്ളത് ഞാൻ അവരോട് പറയും. ഞാൻ നിന്നെ വലിച്ചു ചീന്തും. പെട്ടെന്ന് തന്നെ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. പക്ഷേ ഇത് കേട്ട അബ്ബാസ് അലി വളരെ ക്ഷുഭിതനായി അവരുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. അങ്ങനെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ആ യുവതി മരിച്ചു വീഴുന്നത് വരെ ഇയാൾ ഇത് ആവർത്തിക്കുന്നു. അതിനുശേഷം ഇയാൾ പുറത്തു നിന്നും വളരെ പണിപ്പെട്ടുകൊണ്ട് ഈ റൂം പുറത്തു നിന്നും കുറ്റിയിടുകയാണ്. ഇങ്ങനെ കുറ്റിയിട്ടതിന് ശേഷം അയാൾ ഒന്നും അറിയാത്ത രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ മർഡറിനെ അറിയപ്പെടുന്നത് ഒരു പെർഫെക്റ്റ് ക്ലോസ്ഡ് റൂം മർഡർ എന്നാണ്. പിറ്റേന്ന് രാവിലെ വാതിൽ തുറക്കാൻ പണിപ്പെടുന്നത് പോലെ ഇയാൾ കുറച്ചു നേരം അഭിനയിച്ചു. അതിനുശേഷം വാതിൽ തുറക്കാൻ പറ്റുന്നില്ല എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി തൊട്ടടുത്തുണ്ടായിരുന്ന അയൽവാസികളെയും അതുപോലെ മറ്റുള്ള നാട്ടുകാരെയും പോലീസിനെയൊക്കെ വിവരം അറിയിച്ചുകൊണ്ട് ഇവർ വന്നിട്ട് വാതിൽ തുറക്കുകയാണ്. അങ്ങനെ വാതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടി ഇവിടെ ഉറങ്ങുന്നത് പോലെ മരണപ്പെട്ട് കിടക്കുന്നു. പക്ഷേ സത്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് കള്ളി വെളിച്ചത്താവുന്നു. ഈ പെൺകുട്ടി മരണപ്പെട്ടത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് കൊണ്ടാണെന്നുള്ളത് സത്യം പുറത്തേക്ക് വന്നു. എന്നാൽ പോലീസിന്റെ സംശയം, ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട ആ മുറിയിൽ എങ്ങനെയാണ് ഒരു കൊലപാതകി വരുന്നത്? അതിന് യാതൊരു സാഹചര്യവുമില്ലല്ലോ, യാതൊരു സാധ്യതയുമില്ലല്ലോ. വീണ്ടും പോലീസ് ഇങ്ങനെ അന്വേഷണം ആരംഭിച്ചു തുടങ്ങി. അപ്പോഴാണ് ഇവൾക്കൊരു അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഫോൺ പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെ സൈബർ സെക്യൂരിറ്റി വിങ്ങുമായി പ്രവർത്തിച്ചുകൊണ്ട് പോലീസ് ഈ ഫോൺ പരിശോധിച്ച സമയത്ത് അവർക്ക് മനസ്സിലായി ഈ പെൺകുട്ടി കഴിഞ്ഞ 4 മാസമായിട്ട് ജാവേദ് എന്ന പേരെന്നുള്ള ഒരാളുമായിട്ട് കോൺവെർസേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഈ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരുപാട് നേരം ഡെയിലി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ജാവേദ് എന്ന് പറയുന്ന ഈ കാമുകനെ പോലീസ് കണ്ടെത്തുകയാണ്, അയാളെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ അയാൾ, ഈ ജാവേദ് എന്ന് പറയുന്ന ആൾ, ഈ പെൺകുട്ടിയുമായിട്ട് തനിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. മാത്രമല്ല അയാൾ അവിടെ അബ്ബാസ് അലിയുമായി ബന്ധപ്പെട്ടുള്ള ആ രഹസ്യം പോലീസിനോട് പറയുകയാണ്. അബ്ബാസ് അലിക്ക് ഈ മകളോടുണ്ടായിരുന്നത് ഒരു മകളോടുണ്ടാവേണ്ട അപ്രോച്ച് അല്ല, പകരം ഇയാൾക്കുണ്ടായിരുന്നത് വെറും ഒരു കാമവെറി മാത്രമായിരുന്നു. മാത്രമല്ല ഈ കൊലപാതകവുമായി തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഖുർആൻ തൊട്ട് ഇദ്ദേഹം സത്യം ചെയ്യുകയും ചെയ്തു.
അങ്ങനെ പോലീസ് അബ്ബാസ് അലിയെ കസ്റ്റഡിയിലെടുക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യമൊന്നും ഇയാൾ ഇതിനെ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ശക്തമായ ചോദ്യം ചെയ്യലിൽ ഇയാളെ സത്യം തുറന്നു പറഞ്ഞു. താൻ ഈ കൊലപാതകം നടത്തിയത് തൻ്റെ മരുമകളോടുള്ള കാമവും മാത്രമല്ല, ഈ താനുമായി ബന്ധപ്പെട്ടുള്ള ഈ സത്യങ്ങൾ ഈ പെൺകുട്ടി പുറത്ത് പറഞ്ഞാൽ തനിക്കുണ്ടായേക്കാവുന്ന അപമാനവും പേടിച്ചുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള എല്ലാ സത്യങ്ങളും ഇയാൾ പോലീസിനോട് തുറന്നു പറയുകയാണ്. ആ ഞെട്ടിക്കുന്ന സത്യം കേട്ട് പോലീസുകാർ കുറച്ചു നേരം ഇങ്ങനെ ഞെട്ടിത്തരിച്ച് അവിടെ ഇരുന്നു പോയി. എന്നാൽ കൊലപാതകം നടത്തിയ ഉടനെ അബ്ബാസ് അലി തൻ്റെ മകനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഞാനത് മനസ്സിലാക്കി, അവളെ ഞാൻ കൊന്നുകളഞ്ഞു. ഇത് കേട്ട തൻ്റെ മകൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നെങ്കിലും പിന്നീട് തൻ്റെ ഉപ്പയോട് പറഞ്ഞു, ശരി, ഇത് കൊലപാതകമാണെന്ന് പുറത്തറിയരുത്, താങ്കൾ മറ്റേതെങ്കിലും രീതിയിൽ അയാളുടെ തലയിൽ കെട്ടിവെച്ച് ഊരാൻ പറ്റുമോ എന്ന് നോക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ടാക്കി. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ എനിക്കിനി നാട്ടിലേക്ക് വരാൻ കഴിയില്ല എന്നും പറഞ്ഞു. ഭാര്യയുടെ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ മടി കാണിച്ച സൽമാൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ പോലീസ് അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് പൊക്കി. സ്വന്തം അച്ഛൻ്റെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നതിനും സത്യം മറച്ചു വെച്ചതിനും അയാളെ കൂടെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് FIR തയ്യാറാക്കി. അങ്ങനെ ഒന്നാം പ്രതിയായ അബ്ബാസ് അലിയും രണ്ടാം പ്രതിയായ സൽമാനും ഇന്ന് ജയിലിൽ സുരക്ഷിതരാണ്. സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് വിലയിരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ കേസ് ഫയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.